തആല യതീം മക്കളെ നോക്കാനുള്ള ഖൽബ് അല്ലാഹു നൽകട്ടെ. അല്ലേ? ഒരുപാട് യതീമായി വളർന്നവർക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ വേദന അറിയുള്ളൂ. അറിയോ? ഇൻഷാ അല്ലാഹ് എവിടെ മോതിരം ഇങ്ങനെ ഓരോരുത്തരെ കൊടുന്നേരും അല്ലാഹു. ഓർക്കൊക്കെ ഇതൊക്കെ പെറ്റിയ മക്കളെ കല്യാണത്തിനുള്ളതാണ്. ഇതൊക്കെ ഇവിടെ വരും. ഈ അടുത്ത ഈ മാസം 20-ാം തീയതി ഓരോരുത്തർ നെയ്യത്താക്കും. അല്ലാഹു ബർക്കത്ത്. എവിടെ വരുന്നത്? മത് കേക്കട്ടെ. ഇതെന്തിനാ നേർച്ചക്ക്? അണ്ടാശയം ഗർഭാശയം എടുത്ത് കളയാൻ 5 ഡോക്ടർമാർ പറഞ്ഞില്ലേ? അങ്ങനെ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ തുടങ്ങി. അല്ലേ? രോഗം വന്നാൽ മരുന്ന് കുടിക്കണം. മനസ്സിലായില്ലേ? ഡോക്ടർമാരെ കാണിക്കണം. അങ്ങനെ പിന്നെന്താ സംഭവിച്ച്? ഇവിടെ വന്നീന്നു. മാഷാ അല്ലാഹ്. പിന്നെ പോയി സ്കാനിങ് എടുത്തപ്പോ കുഴപ്പമൊന്നുണ്ടായി. പിന്നെ ടെപ്പിൽ കുഴപ്പമില്ല. മാഷാ അല്ലാഹ്. 5 ഡോക്ടർമാരെന്ത് പറഞ്ഞു? ഗർഭപാത്രം എടുത്ത് കളയാൻ പറഞ്ഞു. രോഗമാണ്. ഒരു സ്കാനിങ് കണ്ടത് പറയണല്ലോ. പക്ഷേ ഇവിടെ വന്നു സലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ തുടങ്ങി. ഇവിടെ വന്നു പോയതിനു ശേഷം എന്തായി? വീണ്ടും ഒരു MRI സ്കാനിങ് എടുക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു, ഓപ്പറേഷത്തിന് വേണ്ടി. അതെടുത്തപ്പോ അങ്ങനത്തെ ഒരു കുഴപ്പം ഗർഭപാത്രത്തിന് ഇല്ല. അപ്പൊ എത്തി മക്കളെ ബർക്കത്ത് അല്ലാഹുവിനെ ആ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. കേട്ടോ? ഒരു തക്ബീർ ഇപ്പൊ ചൊല്ലു. നേരത്തെ ഇതെന്താണ്? ഇപ്പൊ പണിക്കൊന്നും പോകാൻ വയ്യ. തങ്ങൾക്കൊക്കെ പറഞ്ഞു പണിക്കൊന്നും പോകണ്ട. എന്റെ ഉമ്മയുടെ മാതിരി എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ പണിക്ക് പോവുക. ഞാൻ പറഞ്ഞു പണിക്ക് പോകണ്ട, ഞാൻ നോക്കിക്കോളാന്ന്. ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ രോഗമൊക്കെ മാറി, സുഖമില്ലാതെ വന്നിരുന്നു. ഇപ്പൊ പണിക്ക് പോക്കുണ്ടോ? ഇപ്പൊ പണിക്കൊന്നും പോക്കില്ല. ആരും പണിക്ക് വിളിച്ചിട്ടില്ല. ഇവിടെ വന്ന് പോയി. പിന്നെ നീ പണിക്ക് പോകണ്ട. പണിക്ക് പോണില്ല. ഞാൻ ഒരു 10-25 താറാവിനെ മേടിച്ചിട്ട് മാഷാ അല്ലാഹ് അതിലല്ലാഹു ബർക്കത്ത് ചെയ്തില്ലേ? ഈ പ്രായത്തിൽ ഞാൻ നോക്കണ്ട. എന്റെ മോനെ പോലെ ഈ പ്രായത്തിൽ പണിക്ക് പോകാത്ത വിഷമം നമുക്കുണ്ടാവും. കേട്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഉമ്മാന്റെ സുഖമില്ലാതെ വന്നിരുന്നു. അസുഖമൊക്കെ മാറി. അതിന് ഒരു സമ്മാനമായിട്ട് തന്ന മോതിരാണ്. ഒരു 63 അതിനെ കൊടുത്തേ കഴിയുള്ളൂ. അല്ലാഹു യതീം മക്കളെ ബർക്കത്തോണ്ട് ഇനി ഒരു രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. കേട്ടോ? ഞാനില്ലല്ലോ. അങ്ങോട്ട് യതീം മക്കൾക്കില്ല. അതെന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? സുഖപ്രസവല്ലേ? അല്ലാഹു ബർക്കത്ത്. എന്റെ മകന് 4 വർഷമായി കള്ളിനും ഇതിനൊക്കെ അടിമയുന്നു. വലിയ വിഷമത്തിലേന്നു. ഉമ്മ ഇവിടെ വന്നു. ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഗൾഫിക്ക് പോയി. ഇപ്പൊ നന്നായി. ചെന്നൈക്കന്നെ പണിയായി. പറഞ്ഞു കേക്കി ചെന്നൈക്കന്നെ പണിയായി. ഇപ്പൊ സുഖമുള്ള പണിയാ. 12 മണി മുതൽ രാത്രി നിസ്കാരം തുടങ്ങി. കല്യാണത്തിക്ക് ഒരു ചാക്ക് അരി 5000 ഉറുപ്പ്യ. 5000 തൊന്ന് തരാണ്. പിന്നെ മകനെ 4 കൊല്ലായി കള്ളൊക്കെ കുടിച്ച് തമ്മാടി നടക്കുന്നു. ഉമ്മ ഇവിടെ വരവുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ മോൻ നന്നായി. ഇപ്പൊ ഗൾഫിൽ പോയി 5 വഖ്ത് നിസ്കരിക്കാൻ തുടങ്ങി. അല്ലാഹു മകൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതിനൊരു ചാക്കരി. പിന്നെ ഇതോ പിന്നെ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞേക്കണം. വിസ അടിച്ചു കൊടുക്കാൻ. ഇത് ശരിയായി. ജോലി കയറിയോ? അതിലാദ്യം ശമ്പളാണത്. ഇതാർക്കും പൈസ ഏറ്റവും കുട്ടികൾക്ക് ഓലിക്ക് അല്ലാഹു കൂടെ തക്ബീർ ചൊല്ലട്ടെ. ഇതാർക്കാ സ്വർണം? എത്തിയ മക്കൾക്ക്. മാഷാ അല്ലാഹ്. ഇവിടെ വന്നീനോ? അല്ലാഹു ബർക്കത്ത്. കണ്ണാറ് ബാത്തിലാക്കില്ലേ? എന്റെ ആശയത്തിന് മുഴയുന്നു. ഇവിടെ വന്ന് ഒന്ന് പോയി ഒന്നും പറഞ്ഞിട്ട് അത് അല്ലാഹു വേണ്ടിയായിട്ട് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി കൊടുക്കും. അതൊക്കെ എത്തിയ മക്കളെ പവറാണ്. പിന്നെ സലാത്തുൽ ഫാത്തിഹ. കഴിഞ്ഞ ആഴ്ച മോതിരം മാറി. അസുഖം ഉല കുടിച്ചില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരുപാട് ടെൻഷനൊക്കെ മാറി. ഇതെന്താ? മകന് ഗൾഫിൽ പോയിട്ട് ജോലി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജോലി ശരിയായോ? ഇവിടെ വന്നീനോ? അതിന്റെ ശമ്പളം അല്ലാഹു അല്ലേ?
അള്ളാഹു എല്ലാവരും ഇതൊക്കെ എത്തിയ മക്കളെ പവരാട്ടോ. നമുക്കുള്ള ഒരു കറാമത്ത് എന്തില്ല തന്നിട്ടില്ല. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു റഹ്മത്ത് ചെയ്യും. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 2-3 പവന് കിട്ടും. അള്ളാഹു തന്നവർക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ. നമ്മളെ മക്കളൊക്കെയുള്ള സ്വാലിഹ്യങ്ങളാക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ ഇവിടെ തരുന്നതൊക്കെ മുതലേ ഇനിയിപ്പോ ഈ സലാത്ത് ആൾക്കാർ പൂട്ടിച്ചാലും ഈ ചികിത്സ പൂട്ടിച്ചാലും ഇവിടെ കിട്ടണ മുതൽ എന്ത് ചെയ്യും? പരസ്യമായിട്ട് പറയണ്ടേ അല്ലേ? അള്ളാനെ പേടിച്ച പോലെ പടപ്പുകളെ പഠിക്കണ്ടല്ലോ. സൈത്താൻ വട്ടട്ടെങ്ങനെ പറക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ട്. അതുകൊണ്ട് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും? പറയും. എത്ര ആൾക്കാർ വേദനിപ്പിച്ചാലും അതൊന്നും നമുക്ക് എന്തില്ല പ്രശ്നം അല്ല. അള്ളാഹു തന്നവർക്ക് റഹ്മായ ഫുല്ലാഹു നൽകട്ടെ. എന്റെ ലക്ഷ്യം എന്താ അറിയാം? എന്റെ ലക്ഷ്യം എന്റെ മുമ്പിൽ 100 ചില്ലാൻ എത്തിയ മക്കളുണ്ട്, പിഞ്ചു മക്കളുണ്ട്, 8 മാസം 10 മാസം പിന്നെ മാസം പ്രായമുള്ള മക്കള്, 2-3 വയസ്സ് 5-8 വയസ്സ്. ഓലെ നോക്കണം. ഞാൻ യതീമായി നടക്കുമ്പോ ഞാൻ വാപ്പി ആരുമില്ലാതെ നടക്കുന്ന സമയത്ത് എനിക്ക് മുട്ടായി ഇല്ലേ, ഞാൻ മുട്ടായി പൊറുക്കി തന്നിക്കുന്ന ആരില്ല. ആ അവസ്ഥ മറ്റുള്ള മക്കൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മരിക്കോളം എന്റെ അവസ്ഥ എന്റെ മുമ്പിൽ യതീം മക്കളാണ്, അവരെ ഞാൻ സംരക്ഷിക്കും. അതിൽ ഞാൻ അതിന്റെ ഇനിയിപ്പോ യതീം മക്കൾ സംരക്ഷിക്കുന്ന അല്ലാഹു എന്ത് ചെയ്യട്ടെ? അർഹമായ പ്രതിഫലം അല്ലാഹു തരട്ടെ. ആരും എന്തിട്ടില്ല. അതുകൊണ്ട് യതീം മക്കളെ നോക്കുക അല്ലേ? ഇതെന്തമ്മ സലാത്തുക്കോ സ്ഥലത്തുക്കാ പ്രേമൊക്കെ ഇവിടെ വന്നീന. എന്റെ മകന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ജോലിക്ക് പോയി, ഗൾഫിൽ പോയി, ഇപ്പൊ ശമ്പളം അയച്ചു. ലത്തീമക്കാണ് അല്ലാഹു ബർക്കത്ത് ചെയ്തത്. 15,000 അല്ലേ? അൽഹംദുലില്ലാഹ്. ലത്തീമക്കളെ കഴിച്ച് വേലാവില്ല. ചെത്തിമക്കളെ കാര്യത്തിലൊന്നും കുട്ടികളെ കെട്ട് കണ്ടിട്ട് അങ്ങനെ കൊടുന്നവരല്ലേ. അള്ളാഹുൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അതൊന്നും കേട്ടോ സംബന്ധിച്ച് അള്ളാഹു എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ ഭർത്താവ് വരാൻ പറ്റാതെ തങ്ങളിട്ട് വന്ന് പറഞ്ഞ് ശരിയായിക്കണേ. മാഷാ അല്ലാഹ്. നിങ്ങൾ എവിടെ വരുന്നേ? ഞാൻ പോകുന്നോടെ. ഭർത്താവ് 7 കൊല്ലം ഗൾഫിൽ വരാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുന്നു. ഇവിടെ വന്ന് ഇപ്പൊ ഭർത്താവ് വന്നപ്പോ സന്തോഷാണ്. അത് സലാത്തിന്റെ പവറാട്ടോ. അള്ളാഹു നമുക്കൊന്നും ഇല്ല തന്നിട്ടില്ല. ഒരു കറാമത്ത് ഇച്ചില്ല. കറാമത്തിൽ ഇങ്ങനെ ഇച്ച് പണിച്ചപ്പോ ഞാൻ ആശുപത്രിക്ക് പോയി. അപ്പൊ രോഗം വന്ന് എന്ത് ചെയ്യണം? പക്ഷെ അതെല്ലാവർക്കും വേണ്ടി അള്ളാഹു ബർക്കത്ത് കേട്ട് ഇൻഷാ അല്ലാഹ്. 5,000 രൂപ തന്നീന്ന് പതിന് പറയാൻ പറ്റില്ല. അള്ളാഹു ബർക്കത്ത്. എല്ലാവർക്കും വേണ്ടി തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.